ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ എന്തിനാണ് കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഓംസ് ലോ ഇത്തരത്തിൽ ഭയങ്കര എന്താ പറയുക തിയറിറ്റിക്കലായിട്ടുള്ള നോളജൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല ഇത് നമ്മൾ ഇരുന്ന് അതിന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കണ്ടു പഠിപ്പിച്ച് അതിൽ സ്കിൽഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാൽ മതിയോ? അപ്പോൾ ആക്ച്വലി ഈ ഒരു മേഖല പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയത് സ്കില്ലാണോ അതല്ല നോളജാണോ? ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്? ശരിയാണ്. നമ്മുടെ ഒരു കുറേ ബാച്ച് എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മിക്കവാറും കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇത്രയും കാര്യങ്ങൾ എന്തിനാ പഠിക്കുക, ഇത്രയും തിയറി പഠിക്കണം, എന്ത് കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടർ, ഇതൊക്കെ എന്തിനാണ് വെക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ, ഒരു ബാറ്ററി മാറാനോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ മാറാനോ ഒക്കെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് കുട്ടികൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കില്ലും അതുപോലെ തന്നെ നോളജും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ടെക്നീഷ്യൻ ആവാൻ കഴിയുള്ളൂ. ശരിയല്ലോ? അതെ അതെ, തീർച്ചയായിട്ടും. ബേസിക്കലി നമ്മുടെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സാങ്കേതിക മേഖലയാണ്. ഈ സാങ്കേതിക മേഖല എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ റീ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിപ്പയറിംഗ് എന്ന് പറയുന്നൊരു മേഖലയാണ് അല്ലേ. ഈ ഒരു റിപ്പയറിംഗ് ഫീൽഡ് മൊബൈൽ ഫോൺ മാത്രമാണെന്നില്ല, ഏതൊരു റിപ്പയറിംഗ് ഫീൽഡ് ആണെങ്കിലും അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നിലവിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് സ്കില്ല് മാത്രം മതിയോ, നോളജിൻ്റെ ആവശ്യമുണ്ടോ, അതോ നോളജും സ്കില്ലും കൂടെ ഉണ്ടെങ്കിലേ ഇത് മുൻപോട്ട് പോകുള്ളൂ എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും കുട്ടികളെടുത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ നമ്മൾ റിപ്പയർ ചെയ്യുകയാണ്, ഒരുപാട് റിപ്പയറിംഗ് ഉണ്ടല്ലേ. ഒരു ബാറ്ററി മാറ്റിയിടുക, ഡെഡ് സെറ്റിൻ്റെ ബാറ്ററി മാറ്റിയിടുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ ക്രാക്കായൊരു പൊട്ടിയൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിടുക. ഇത്തരത്തിലുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് ചിലപ്പോൾ എന്തിൻ്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല, നോളജ് വേണമെന്നില്ല. സ്ഥിരമായിട്ട് റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അല്ലേ. ആ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ വരുന്നത് അല്ലേ. ശരിക്കും ഈ മേഖലയിൽ നമുക്ക് വേണ്ടത് രണ്ടും വേണം അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ നോളജ് അല്ലെങ്കിൽ എന്താ പറയാ ടെക്നിക്കൽ സ്കില്ല് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നമ്മൾ ഏതൊരു ജോബ് നമ്മൾ നോക്കുന്ന സമയത്തേക്കും നമുക്ക് ആ കാണുന്ന ജോബിൽ 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്ന് ഒരു ഫിസിക്കൽ എന്ന് വെച്ചാൽ കായികപരമായിട്ടൊരു അധ്വാനം ആവശ്യമുള്ളൊരു കേസ് വരുന്നുണ്ട്. മറ്റൊന്ന് വൈദഗ്ധ്യം ആവശ്യമുള്ള ചില മേഖലകളുണ്ട്. മറ്റൊന്ന് വരുന്നതാണ് ബുദ്ധിപരമായ രീതിയിലേക്ക്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ഏതൊരു ജോബിൻ്റെ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഈ 3 ഫാക്ടേഴ്സിൻ്റെ അകത്തുള്ളൊരു ഏറ്റക്കുറച്ചിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കൃഷിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത് ഫിസിക്കലായിട്ടുള്ള കായികപരമായിട്ടുള്ള ഒരു അധ്വാനമാണ് വരുന്നത്. എന്നാൽ ഒരു സ്വർണ്ണപ്പണിക്കാരനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്തേക്ക് അവിടെ ഹൈലൈറ്റ് ആയി കിടക്കുന്നത് ആളുടെ വൈദഗ്ധ്യം അല്ലെങ്കിൽ സ്കില്ലാണ് അവിടെ ഹൈലൈറ്റ് ആയി കിടക്കുന്നത്. ഈ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിൻ്റെ കേസിനകത്ത് നോക്കുന്ന സമയത്തേക്ക് ആളുടെ ഒരു കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു കഴിവാണ് അവിടെ വരുന്നത്. ഇതേപോലെ തന്നെ ഒരു നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സർജൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സർജന് സ്കില്ലും വേണം, നോളജും വേണം. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ കൈകൾ രണ്ടും അവരുടെ മനസ്സിനൊത്ത് ചലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ അത്രയും സ്കില്ലും വേണം, ഇത് ചെയ്യാനുള്ള നോളജും ഉണ്ടാവണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് മേഖലയിലും വരുന്നത്. ഒരു മൊബൈൽ ഫോൺ റീ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്കില്ലും നോളജും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ ഇത്രയൊക്കെ ഒരു നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും പല ടെക്നീഷ്യൻ, എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടെക്നീഷ്യന്മാരും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ശരിയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പഠിച്ചിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, അവർ പഠിച്ച ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നില്ല. അവർ നേരെ എന്ത് ചെയ്യുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കോമ്പോണൻറ്റ് എടുക്കും, അത് മാറ്റിയിട്ട് നോക്കും. അപ്പോൾ സംഭവം അതായത് കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടോ നോക്കും. ഈ മാറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കോമ്പോണൻറ്റ് എടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് സെക്ഷനിൽ നമുക്ക് കംപ്ലൈൻറ്റ് വന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം അവരെടുക്കുന്നുണ്ടാവുക RFPA. ഓക്കെ, RFPA എടുത്തിട്ട് എന്ത് ചെയ്യും, മാറ്റിയിട്ട് നോക്കും. എന്നിട്ട് കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടോ നോക്കും. മാറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ അവരെന്ത് ചെയ്യും, നമ്മുടെ നെറ്റ്വർക്ക് ഐസിലേക്കായിരിക്കും അവർ പോവുക. അതിനെയാണ് നമ്മുടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഈ പോക്കോ ഫോണിലൊക്കെ നിങ്ങൾ ഡെഡ് കണ്ടീഷൻ, അത് സാംസങ് ഫോൺ ഡെഡ് കണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ വേറെ ഒന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാണ്ട് ഈ ഐസ് എടുത്തിട്ട് അത് റീബോൾ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ശരിയാക്കുന്ന ആ ഒരു രീതി, അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ അതെ. ഒരു ഫീൽഡിനകത്ത് റിപ്പയറിംഗ് ഫീൽഡിൽ ഒരുപാട് കാലമുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ചില കംപ്ലൈൻറ്റുകൾ, ചില സെറ്റുകൾ, ചില ബ്രാൻഡ് അല്ലെങ്കിൽ ചില സീരിയസ് സെറ്റുകളിലൊക്കെ എന്ത് വരും, ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന ഐസി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ആ ഒരു കംപ്ലൈൻറ്റ് റെഡി ആവും. അതായത് നോർമൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയർ അവർ എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. പകരം
അവരെന്ത് ചെയ്യും? ഉദാഹരണം ഈ പറഞ്ഞില്ലേ, പോക്കോൻ്റെ കേസ് പറഞ്ഞില്ലേ, അപ്പോൾ പോക്കോയിൽ ഡെഡ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് നേരെ പോയിട്ട് അതിൻ്റെ CPU റീബോർഡ് ചെയ്തിടുക എന്നുള്ള പ്രോസസ്സാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ കൂടിയും അവരെ എന്താണ് സ്കില്ലാണതെങ്കിൽ കൂടിയും അവർക്ക് എന്തുണ്ട്, ഒരു നോളജ് ഉണ്ട്. മുന്നേ എപ്പോഴോ ചെയ്ത ഒരു നോളജിൻ്റെ ബേസിലാണ്, അതായത് കുറേ ട്രബിൾ ഷൂട്ടിംഗ് ചെയ്ത് വന്നതിൻ്റെ ഒരു ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ CPU റീബോർഡ് ചെയ്തിരുന്നത്. അവിടെ സ്കില്ല് മാത്രമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്തും കൂടെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, നോളജ് പക്ഷേ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ ഇത് കണ്ടിട്ട് ഇത് കണ്ടുപിടിക്കുന്ന ഒരു കുട്ടി നേരിട്ട് അവർ കാണുന്നതാണ് ഈ CPU എടുക്കുന്നു, റീബോർഡ് ചെയ്യുന്നു, തിരിച്ചിടുന്നു, ഓക്കെ ആവുന്നു അല്ലേ. ഇങ്ങനെ കാണുന്നൊരു കുട്ടി നാളെ ഇതേ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യും, CPU റീബോർഡ് ചെയ്തിടും. അവിടെ അവരത് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും, സ്റ്റക്ക് ആവും. ആ നോളജിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ സ്റ്റക്ക് ആവും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടാവാനൊരു സാധ്യത കുറവുണ്ട്. ആ രീതിയിലേക്കാണ് വരുന്നത്. കാരണം ശരിക്കും ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് അവലംബിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി നോക്കണം. അതായത് ഒരു ടെക്നീഷ്യൻ, ഒരു സർവീസ് എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ കംപ്ലൈൻറ്റ് വന്നു, ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു മോഡലിൽ ഒരു പെർട്ടിക്കുലർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ആള് ശരിക്കും എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. ആ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത സമയത്തേക്ക് ആ ഫോൺ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതേ കംപ്ലൈൻറ്റ് ഇതേ മോഡലിൽ ഇതേ സിംറ്റം കൂടി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആള് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സൊല്യൂഷൻ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് ഉണ്ടാകും. ഇതിനെയാണ് ടിപ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ടിപ്സ് ഫോളോ ചെയ്യുന്ന സമയത്തേക്ക് കുറേയധികം ടൈം കൺസംഷൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം അപ്ലൈ ചെയ്ത് നോക്കുക എന്നതാണ് നോക്കാറുള്ള മെത്തേഡ്. പക്ഷേ പല ഘട്ടങ്ങളിലും വരാറുള്ളത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ആ നേരത്തെ പറഞ്ഞ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എടുത്ത ആ എഫേർട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആ ടിപ്പ് മാത്രം ബ്ലൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സജിൽ സാറ് പറഞ്ഞതുപോലെ ആ ഒരു പെർട്ടിക്കുലർ റീസൺ കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ സ്റ്റെക്കായി ഇനി എന്ത് ചെയ്യണം എന്ന കാര്യങ്ങൾ അറിയാത്ത ഒരു സ്റ്റെക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അതാ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് അല്ലെങ്കിൽ മോഡൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും പിന്നെ ഒരു അപ്ഡേഷൻ അവർക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു മോഡൽ ഏത് സമയത്ത് അവർക്ക് ആ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പുതിയൊരു മോഡൽ വന്നിട്ടുണ്ടെങ്കിൽ, പുതിയ ബ്രാൻഡ് വന്നു, പുതിയൊരു ടെക്നോളജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നോളജബിളുള്ള ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാലും അതിലേക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമുക്ക് ആ ഒരു കേസിനകത്ത് വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇന്നത്തെ മാർക്കറ്റിലുള്ള ചില സോഫ്റ്റ്വെയർ റിപ്പയറിംഗ് ടൂളുകൾ, ബോർണിയോ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ESTech ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ZSW ആയിക്കോട്ടെ, ഈ കാണുന്ന ടൂളുകളൊക്കെ മാക്സിമം ചെയ്യാറുള്ളത് ഈ ടെക്നീഷ്യൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ സർവീസ് എഞ്ചിനീയേഴ്സിൻ്റെ എഫേർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നോളജ് കൂടുതലായിട്ട് അവർ നോളജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ആണെങ്കിൽ ആ സെക്ഷൻ്റെ വേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ കാണുന്ന വേസിലുള്ള ഓരോരോ കോമ്പോണൻസ് എടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. പക്ഷെ അവിടെ ഒരു എക്സ്പീരിയൻസ് വേണ്ടുന്നത് ഒരു ട്രയൽ, ഇപ്പം നേരത്തെ ആദ്യം മിസ് പറഞ്ഞ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആവുന്ന സമയത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ്റെ അതുള്ള ഓരോ കോമ്പോണൻസും എടുത്ത് റിമൂവ് ചെയ്ത് തിരിച്ചിടണം. അപ്പോൾ അതിനുള്ള സ്കില്ല്, ഒരു കംപ്ലൈൻറ്റും എത്താതെ സ്കില്ലോടുകൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ആവും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് വരുന്നത്, ഇൻ കേസ് ഈ കാണുന്ന ഓരോ കോമ്പോണൻസും ഒരു ഓർഡറും ഇല്ലാത്ത രീതിയിലേക്ക് എടുക്കുന്ന സമയത്തേക്ക് കുറേ തവണ ഹീറ്റ് നമ്മുടെ ബോർഡിനകത്ത് അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇങ്ങനെ ബോർഡിലേക്ക് കുറേ തവണ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ബോർഡിലുള്ള മറ്റ് കമ്പോണൻസിൻ്റെ ലൈഫ് അത് റെഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ മൊബൈൽ ഫോണിൻ്റെ പിന്നെയുള്ള ലൈഫ് ടൈം എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടായിരിക്കണം. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ പെർട്ടിക്കുലർ സെഷൻ്റെ ബേസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏത് എടുക്കണം എന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ കൊടുക്കാൻ കഴിയുള്ളൂ. പെട്ടെന്ന് ട്രബിൾ ഷൂട്ട് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ. ടെക്നീഷ്യൻ സ്വാഭാവികമായിട്ടും സമയം ലാഭിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിലൂടെ നമ്മൾ നടത്താക്കുന്നത്. പക്ഷേ അത് പറയുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പുതിയ മോഡൽ, ഇപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാൾ ഈ കാണുന്ന മേഖലയിൽ സ്ഥിരമായിട്ട് ഒരു അപ്ഗ്രഡേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള കേസിനകത്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൻ്റെ ആ ഒരു സൊല്യൂഷൻ ടിപ്സ് ബേസ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം പുതിയ പുതിയ ലേറ്റസ്റ്റ് മോഡൽ വരുന്ന സമയത്തേക്ക് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുക, ടിപ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനകത്ത് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഈ ഒരു സിസ്റ്റമാറ്റിക്കായി കാണിക്കുന്ന സമയത്തേക്ക് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ, അതിങ്ങനെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരും. പുതിയ പുതിയ അപ്ഗ്രഡേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് അവസ്ഥ വരും. എന്നാൽ ഒരു ബേസിക് ഇലക്ട്രോണിക്സിൽ നോളജ് നന്നായിട്ടുള്ള ഒരാളെ കൊണ്ട് സെൽഫായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കേസിനകത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഈവൻ നമുക്ക് 2 രീതിയിലേക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സർവീസ് ചെയ്യുന്ന സർവീസ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനകത്തുള്ള ഓരോരോ കമ്പോണൻസ് റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ അതിന് പകരം ആ ഓരോരോ കോമ്പോണൻറ്റും എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ചില ബൈപ്പാസ് സർജറികളൊക്കെ കാണാറുണ്ടല്ലോ. അതായത് ഒരു രോഗം വരുന്ന സമയത്തേക്ക് ചില കേസിനകത്ത് നമ്മൾ കൈ മുറിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ വരും ജീവൻ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇതേപോലെ മൊബൈൽ ഫോണിൻ്റെ കേസിനകത്തും നമുക്കൊരു നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന കംപ്ലൈൻറ്റ് ഈ യൂസർക്ക് അത്ര അത്യാവശ്യമല്ലാത്ത ചില സെക്ഷനുകളെ ഡിസേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വരും. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതെ, സാർ പറഞ്ഞോണ്ട് ഞാൻ യോജിക്കുന്നുണ്ട്. സമ്മതമായ ചില സാർ നേരത്തെ ടിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ടിപ്പ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അല്ല ഈ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കില്ലും പ്ലസ് നോളജും കൂടെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ടിപ്പുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പണ്ട് കാലത്ത് മൊബൈൽ ഫോണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് മോഡൽ ഹാൻഡ്സെറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തത്. പക്ഷെ ആ മോഡലിൽ യൂസ് ചെയ്ത ടിപ്പൊന്നും ഇപ്പം നമുക്ക് ഈ കാണുന്ന ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഫോണിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന എന്താണ് നോളജും സ്കില്ലും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇനി അങ്ങോട്ട് പുതിയ പുതിയ ടിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയുള്ളൂ. ചിലപ്പോൾ അത് സ്കില്ലൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് നോളജ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ടൈം കൺസ്യൂം ചെയ്യും. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതെന്ത് ചെയ്യണം, നോളജ് അക്വയർ ചെയ്യുക, അതിന്റെ കൂടെ സ്കില്ലും ആയിട്ട് പോവാന്നുള്ളതാണ്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്താണ് ഈ സ്കില്ലും ടിപ്പും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത് അല്ലേ. വെറും സ്കില്ല് മാത്രമാകുമ്പോൾ ഒരു ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു പ്രശ്നം, നമ്മളൊരു ഹാൻഡ്സെറ്റ് റിപ്പയർ ചെയ്യുമ്പോൾ കസ്റ്റമറോട് അവരെന്ത് പറയുകയാണ് ഓക്കെ ആയി എന്ന് മാത്രം പറയുകയാണ്. ഉദാഹരണത്തിന് CPU റീബോൾ ചെയ്തിട്ടു, അത് എന്തിനാണ് റീബോൾ ചെയ്തിട്ടത്, എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് അവരെന്ത് ചെയ്യുന്നില്ല, അവർ നോളജ് അവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, സ്കില്ല് മാത്രം അപ്ലൈ ചെയ്യാണ്. ഇനി ഇൻ കേസ് അത് ഓക്കെ ആയില്ല എന്ന് വിചാരിക്കുക, ആ ഒരു ഹാൻഡ്സെറ്റ് റിപ്പയറിങ്ങിന് ശേഷം ഓക്കെ ആയില്ലെങ്കിൽ കസ്റ്റമർ കയ്യിൽ ആ ഒരു ഹാൻഡ്സെറ്റ് നോട്ട് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആയില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും കസ്റ്റമറെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൃത്യമായിട്ട് തന്നെ റീസൺ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് നമുക്ക് പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് നന്നാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുക. അതല്ലാത്ത കേസിന് അത് ഒരു ഹാൻഡ്സെറ്റ് നോട്ട് ഓക്കെ ആവുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഓക്കെ ആക്കാതെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്തേക്ക് അതിൻ്റെ എക്സാക്ട് റീസൺ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു മേഖലയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതല്ലാത്ത കേസിനകത്ത് ഇത് നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാത്രം വിട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒരിക്കലും എന്തായില്ല സാറ്റിസ്ഫൈഡ് ആവില്ല. അവർ വീണ്ടും ട്രൈ ചെയ്യും, വേറെ ഏതെങ്കിലും സർവീസ് സെന്ററിൽ പോയിട്ട് ട്രൈ ചെയ്യുന്നൊരു കേസ് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മദർ ബോർഡ് എന്ന് വെച്ചാൽ 8ഉം 9ഉം ലേയേഴ്സ് ഉള്ള PCBകളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇന്നർ ലേയേഴ്സിൻ്റെ അകത്തുള്ള ട്രാക്കുകളിൽ വല്ല ബ്രേക്കേജും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന ഇഷ്യൂ ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്കത് ട്രബിൾ ഷൂട്ട് ചെയ്യുക എന്നതൊരു ട്രമൻഡസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പം നല്ല സ്കില്ലും വളരെയധികം പേഷ്യൻസും കൂടി മാത്രമേ ആ ഒരു കേസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈവൻ ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനിലൂടെ വീണ്ടും അത് ഡാമേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും കേസ് ആവുന്ന സമയത്തേക്ക് ഇതാണ് ഇഷ്യൂ എന്ന കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് വേണം വെൽ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് കസ്റ്റമേഴ്സ് മനസ്സിലാക്കുക ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, ഇതിനെ മുകളിൽ റിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ മണി സ്പെൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിൻ്റെ ഒരു കാര്യം പറയുമെങ്കിൽ നമ്മുടെ സമുദായം ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കസ്റ്റമറെ ഫോൺ വന്നു, അപ്പോൾ ഈ കാണുന്ന ടെക്നീഷ്യൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ CPU മാറ്റിയിട്ട്, പക്ഷെ അത് സ്കിൽഡ് ആയിട്ടുള്ളൊരു ടെക്നീഷ്യനാണ്, പക്ഷെ ആൾക്ക് അത്ര നോളജ് ഇല്ല. ആളെന്താണ് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ആളെന്ത് ചെയ്തു, അത് CPU എടുത്ത് നോക്കാം എന്നുള്ള രീതിയിൽ CPU എടുത്ത് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവർ അടുത്ത് എന്ത് ചെയ്യും, EMMC എടുത്ത് നോക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെന്ത് ചെയ്യും, ചെയ്തു നോക്കും, ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കും, സൊല്യൂഷൻ ചെയ്ത് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒരു കംപ്ലൈൻറ്റ് ഇതൊരു നടന്ന സംഭവം തന്നെയാണ്. അപ്പോൾ പിന്നീട് എന്താക്കി, ഇവർ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു ടെക്നീഷ്യനാണ് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു റെസിസ്റ്ററിന്റെ പ്രശ്നമായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ കാണുന്ന ഒരു ബേസിക് ഇലക്ട്രോണിക്സിന്റെ ഒരു ആവശ്യം വരുന്നത്. ചെറിയൊരു കോമ്പണന്റ് എടുക്കേണ്ടത് അവര് നേരെ പോയി CPU അതുപോലെ തന്നെ EMMC എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് പോയി അവർ. അതായത് നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവർ ചെയ്തു പോകുക അല്ലെ. ആ ഒരു സമയത്ത് വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു കോമ്പണന്റിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും, ഇത്രയും വലിയൊരു പ്രശ്നം ഫോണിനകത്ത് ഉണ്ടായിട്ടുണ്ടാവുക. എന്നാൽ സ്കില്ല് മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ ഇതുവരെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിന്റെ ബലത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും എന്ത് ചെയ്യുന്നത് അതിൽ ചെയ്യുന്നത്. സപ്പോസ് അതായില്ലെങ്കിൽ തിരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. പക്ഷെ അവിടെയുള്ള വേറൊരു സത്യാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്.
അതിനകത്ത് ഡയഗ്നോസിങ് എന്നൊരു കേസ് കുറച്ച് ടാസ്ക് ആണ്. കാരണം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ഈവൻ ഒരു പെർട്ടിക്കുലർ സെക്ഷനകത്തുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്തേക്ക് ആ ബോർഡിൻ്റെ അകത്ത് പൊസിഷനും ആ കാണുന്ന കപ്പാസിറ്ററിന്റെ പൊസിഷനൊക്കെ ആവുന്ന സമയത്തേക്ക് അവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട്, ബോർഡിനെ ലൈവിൽ നിർത്തിക്കൊണ്ട് വേണം ഈ കാണുന്ന ചെക്കിംഗ് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ക്ലോക്ക് ഫ്രീക്വൻസി മിസ്സിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ DSO പോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് നമ്മളത് ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു സ്കില്ല്. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് ചെയ്ത് പെർട്ടിക്കുലർ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് ആ ഒരു സാധനം എടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. ഒരു നല്ലൊരു സ്കിൽഡ്, ഇപ്പൊ ആദ്യം മിസ് ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു സർവീസിന്റെ ആണ്. ഇപ്പൊ മിസ്സിനെ സംബന്ധിച്ചുള്ള മിസ്സിന്റെ ഒരു മൊബൈൽ ഫോൺ മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈവൻ ഓരോരോ പാർട്സും ഡിസ്മാൻഡിൽ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചതിന് ശേഷം ആളുടെ ഫോണിന്റെ അകത്തുള്ള PBA പ്രിന്റഡ് ബോർഡ് അസംബ്ലിയിലുള്ള ഓരോരോ IC വളരെ സ്കില്ലോടുകൂടി എടുത്ത് പുറത്തു വെക്കുന്നു, ഓരോ കമ്പോണൻസും എടുത്ത് പുറത്തു വെക്കുന്നു. ഇത് മുഴുവൻ വീണ്ടും ഈ കാണുന്ന കമ്പോണൻസും കാര്യങ്ങളൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്ത് വീണ്ടും ഈ കാണുന്ന ഹാൻഡ്സെറ്റൊക്കെ അസംബിൾ ചെയ്തതിന് ശേഷം പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ്സെറ്റ് ഓണായി വരികയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സർവീസ് എഞ്ചിനീയർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ അതിനർത്ഥം ആളൊരു നല്ല ടെക്നീഷ്യൻ ആവണം, അല്ലെ നല്ലൊരു സർവീസ് എഞ്ചിനീയർ ആവണമെന്നില്ല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരുന്ന സമയത്തേക്ക് അത് ട്രബിൾ ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നോളജ് ആവശ്യമുള്ളൊരു ഏരിയയാണ് വരുന്നത്. അതായത് നല്ലൊരു ടെക്നീഷ്യൻ ആവണമെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സ് തൊട്ട്, അതായത് കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, ഓരോ സെക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പണൻസ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്താണ്, അവിടേക്ക് ഒരു വോൾട്ടേജ് മിസ്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വേണം ആ ഒരു സ്കില്ലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതെ, നമുക്കിപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്ക് നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സർവീസ് എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ ആ കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആള് ഹൈലി സ്കിൽഡ് ആയിരിക്കും വേണം. അതേപോലെ തന്നെ നോളജും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള സർജനെ പോലെ ആയിരിക്കണം. നമ്മൾ രണ്ടിലും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരൊരു ടോപ്പ് ലെവലിലേക്കുള്ള ഒരു സർവീസ് എഞ്ചിനീയർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.